കേരള PSCയുടെ മുൻവർഷ ചോദ്യങ്ങൾ അനാലിസിസ് ചെയ്യുന്നതിൻ്റെ പുതിയൊരു എപ്പിസോഡിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. അപ്പോൾ എല്ലാ വീഡിയോയിലും നമ്മൾ പറയുന്നത് പോലെ 10 ചോദ്യങ്ങളായിരിക്കും ചെയ്യുക. ഈ 10 ചോദ്യങ്ങൾ ഞാൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ ചെയ്തു നോക്കുക. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ബുക്കിൽ തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക. നിങ്ങൾക്കുണ്ടാകുന്ന ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണത്. അപ്പോൾ നമ്മൾ പുതിയൊരു ചോദ്യപേപ്പറിലേക്ക് വരികയാണ്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് നോക്കി നിങ്ങൾക്ക് ആൻസർ കിട്ടിയതിന് ശേഷം മാത്രം നമ്മുടെ സൊല്യൂഷനിലേക്ക് നോക്കാനായിട്ട് ശ്രമിക്കുക. ഒരുപാട് പേര് ഇപ്പോഴും കമൻറ്റ് ചെയ്യുന്നുണ്ട് താഴെ ഇത്ര മാർക്ക് എനിക്ക് കിട്ടിയെന്ന്. അത് വളരെ കുറച്ച് മാർക്ക് ആയാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. നമ്മൾ എത്ര മാർക്കാണെങ്കിലും തുറന്ന് പറയാനായിട്ട് മനസ്സ് കാണിക്കുക. നമ്മൾ അങ്ങനെ ചെയ്ത് നമുക്കൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസ് ഇനി കാണുമ്പോൾ ചെയ്യാൻ പറ്റണം. അങ്ങനെയാണ് ഈ പ്രീവിയസ് ചെയ്യുമ്പോൾ ഉപയോഗം എന്ന് പറയുന്നത്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത ക്വസ്റ്റ്യൻ അതേ പാറ്റേൺ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ഇപ്പോൾ ചെയ്യുക. അപ്പോൾ അവിടെ പോയ മാർക്ക് ഇവിടെ നമുക്ക് കിട്ടും. അങ്ങനെയാണ് നമ്മൾ ഡെവലപ്പ് ആയി വരിക എന്ന് പറയുന്നത്. സോ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം. വളരെ സിമ്പിളായിട്ട് ചോദ്യ പേപ്പർ ഒന്നും പറയാൻ പറ്റുന്ന ഒരു ചോദ്യമല്ല ഇത്. ക്വസ്റ്റ്യൻ പേപ്പർ അല്ല, ഇച്ചിരി നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ആവറേജ് ലെവലിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഓക്കെ, സോ എന്താണ് ക്വസ്റ്റ്യൻ? 16 3 2 മടങ്ങ് എത്ര എന്നാണ് ചോദ്യം. ഓക്കെ, 16 3 2 മടങ്ങ് എത്ര എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നിങ്ങളിത് ഓർത്ത് വെച്ചോളുക. നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുന്ന പോലെ തന്നെയാണ്. ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമുക്ക് ഒരുപക്ഷെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ അത് നമുക്ക് പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റിയില്ലെങ്കിൽ അത് ഫ്രാക്ഷനോ ദശാംശമോ ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ ഒരു ഐഡിയ മനസ്സിലാവണമെന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ജനറലൈസ് ചെയ്തെടുക്കുക. എങ്ങനെയാണ്? ഇപ്പം എന്താണ് 16 3 2 മടങ്ങ് എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കുണ്ടെങ്കിൽ എങ്ങനെ പറയാം? എന്താണ് 2 3 മടങ്ങ് എത്ര? ഈ ഒരു ഫോർമാറ്റിലേക്ക് നമുക്കൊന്ന് മാറ്റി നോക്കിയാൽ മതി. 2 3 മടങ്ങ് എത്ര? ഒരു ഫോർമാറ്റിലെ മാറ്റി നോക്കിയാൽ നമുക്കറിയാം 2 3 മടങ്ങ് നമ്മൾ എന്താ ചെയ്യുക? 2 × 3 6 നമ്മൾ എടുക്കുക. ശരിയല്ലേ? ഇതേ ഒരു ഫോർമാറ്റ് തന്നെയായിരിക്കും ദശാംശത്തിൽ ചോദിച്ചാലും ഫ്രാക്ഷൻ ചോദിച്ചാലും എല്ലാം ഒരേ ഫോർമാറ്റാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എങ്ങനെ ചെയ്യുമെന്ന് സംശയം വന്നാൽ നമ്മൾ ജനറലായിട്ട് നമ്പറിലേക്ക് മാറ്റും. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ്. അങ്ങനെ നമുക്ക് ആ സംശയം വരില്ല. ഇനി മറ്റൊരു മെത്തേഡ് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, ഇൻ്റെ ഇവിടെയൊക്കെ വന്നാൽ എന്താക്കുക? ഇതിന് ഇൻറ്റു ആക്കുക നമ്മൾ പറഞ്ഞു. ഇൻ്റെ ഇവിടെ വന്നാൽ ഇൻറ്റു ആക്കുക. അപ്പോൾ ഇവിടെ എന്താണ്? 16 1 സോ 16 1 ഇൻ്റെ മാറ്റി ഇൻറ്റു ആക്കി. എത്ര മടങ്ങ്? 3 2 മടങ്ങ് എത്ര? അതാ 3 2. ശരിയല്ലേ? നമുക്ക് ഇങ്ങനെ വെട്ടാം. 8. എപ്പോഴും എങ്ങനെ വെട്ടുന്നത്? വെട്ടുന്നത് എപ്പോഴും അംശവും ഛേദവും തമ്മിൽ വെട്ടാൻ പാടില്ല. ഒന്നുകിൽ ഇതും തമ്മിൽ, അല്ലെങ്കിൽ ഇതും തമ്മിൽ, അല്ലെങ്കിൽ ഇതും തമ്മിൽ. അംശവും വെട്ടാൻ പാടില്ല, ഛേദവും തമ്മിൽ വെട്ടാൻ പാടില്ല. ശരിയല്ലേ? അപ്പോൾ ഇനി മുകളിൽ ആരുണ്ട്? മുകളിൽ ഒന്നേ ഉള്ളൂ. താഴെ 8 × 3 24. അപ്പോൾ ഈ വെട്ടിക്രിയ ചെയ്യാൻ പഠിക്കാനായിട്ട് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പറയുക. അതിൻ്റെ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഞാനത് കമൻറ്റ് ബോക്സ് നിങ്ങൾ ആവശ്യപ്പെടുന്ന വീഡിയോസൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ആവശ്യപ്പെടുന്നതൊക്കെ ഞാനത് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പിന്നീട് വരുന്നവർ അത് നോക്കി പഠിച്ചേച്ചാൽ മതി. അപ്പോൾ ഉണ്ടെങ്കിൽ എന്നോട് ധൈര്യമായിട്ട് നിങ്ങൾ ചോദിക്കാം. അപ്പോൾ 1/24 ഉണ്ടോ എന്ന് നോക്കിയേ. ഫസ്റ്റ് ഓപ്ഷൻ 1/24 സോ ആൻസർ 1/24 എന്ന് പറയാം. അപ്പോൾ അതൊരു എളുപ്പമുള്ള ചോദ്യമാണോ എന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അടുത്ത് നോക്കാം. 3 6 2 ഈ സംഖ്യകളുടെ ലസാഗു എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ അതോടെ കാണുമ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് തോന്നും. കാര്യം LCM നമ്മൾ പഠിച്ച ടോപ്പിക്കാണ്, പഠിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക്കായിരുന്നു. അപ്പോൾ നമുക്കതൊന്ന് പറയാം അല്ലേ. നമ്മൾ പഠിച്ചു അല്ലേ 3 6 2 എന്ന് പറയുന്ന സംഖ്യ ലസാഗു. എളുപ്പത്തിൽ പറയാനും നമുക്കറിയാം. നമ്മൾ പെട്ടെന്ന് പറയാനും പഠിച്ചു അല്ലേ. 3 6 2 എന്ന് പറയുന്നതിൻ്റെ LCM എങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് പഠിച്ചാൽ എങ്ങനെയാണ്? വലിയ നമ്പർ എടുക്കുക. വലിയ നമ്പർ 6 അല്ലേ. ആ 6നെ ചെറിയ നമ്പറായ 2 കൊണ്ട് ഹരിക്കാനും പറ്റും, 3 കൊണ്ട് ഹരിക്കാനും പറ്റും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ LCM എന്തായിരിക്കും? LCM 6 ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി. നമ്മുടെ ടോപ്പിക്ക് കയറി കാണുക. ടോപ്പിക് ബേസ് ക്ലാസ്സോട് കാണുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. സോ ആൻസർ 6 ആണ്. ഈ സംഖ്യ ലെസ്സാക്ക് ചോദിച്ചാൽ അത് 6 ആണ്. അതല്ലാതെ കണ്ടുപിടിക്കാൻ നമുക്കറിയാം. എഴുതി ഫാക്ടറൈസ് ചെയ്ത് ചെയ്യുന്ന രീതി, ഘടകക്രിയ രീതിയും നമുക്കറിയാം. ശരിയല്ലേ? അപ്പോൾ അങ്ങനെയാണ് ആ ഒരു ചോദ്യം നമ്മൾ ചെയ്യാം. എളുപ്പം അറിയാം. ഇങ്ങനെ ഞാൻ ചെയ്യാത്തതാണ്, നമുക്ക് അറിയാമെന്നുള്ളതാണ് ചെയ്യാത്തത്. ഇത് എളുപ്പമായതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് നമ്മൾ പഠിച്ച ടോപ്പിക്കാണ്, നമുക്ക് ചെയ്യാൻ പറ്റണം. ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ ടോപ്പിക്കാണ്, ചെയ്യാൻ പറ്റണം. ഓക്കെ, ശരി. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഒരു ക്യാമ്പിലെ 30 പേരുടെ ശരാശരി ഭാരം 45 കിലോഗ്രാമാണ്. ഒരാൾ കൂടി ക്യാമ്പിലേക്ക് വന്നപ്പോൾ ശരാശരി 42 കിലോഗ്രാമായി. പുതുതായി വന്ന ആളുടെ ഭാരം എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് എന്താ പറയേണ്ടത്? ഒരു ക്യാമ്പിലെ 30 പേരുടെ ശരാശരി ഭാരം 45. സോ 30 പേരുടെ ശരാശരി ഭാരം 45 അല്ലേ. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്ത് 1350 കിട്ടും. ശരി. ഇനി എന്താ പറയുന്നത്? ഒരാൾ കൂടി ക്യാമ്പിലേക്ക് വന്നപ്പോൾ ശരാശരി 42 കിലോഗ്രാമായി. അതായത് 30 പേരെന്ന് പറയുന്നത് 31 പേരായി. അപ്പോൾ ഇത് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യനാണ്, സെയിം നമ്മൾ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാണ്. സോ അതുകൊണ്ട് സമയം കളയരുത്. ഇതൊക്കെ കിട്ടിയാലേ പറ്റുള്ളൂ നമുക്ക്. ഇതെല്ലാം കിട്ടണം. ഇതെല്ലാം നമ്മൾ ചെയ്ത പാറ്റേൺ ആണ്. നിങ്ങൾ ആദ്യമേ ഫോളോ ചെയ്ത് വരുന്നവരാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് കിട്ടണം. സോ എന്ത് സംഭവിച്ചു? ഒരാൾ കൂടി വന്നപ്പോൾ ശരാശരി 42 മാറി എന്നാണ് പറയുന്നത്. എങ്കിൽ പുതുതായിട്ട് വന്ന ആളുടെ ഭാരം എത്ര? അപ്പോൾ നമുക്ക് നോക്കാം. 31 × 42 ശരിയല്ലേ. 2 6 4 12. സോ 2 എഴുതാം. 2 6 4 10
ദെൻ 3 ദെൻ 1. സോ ഈ ക്വസ്റ്റിനകത്ത് നോക്കിയ 31 പേരാകുമ്പോൾ നമ്മൾ ശരാശരി കുറയുന്നുണ്ട്. നമുക്കിത് കുറച്ച് വേണമെങ്കിൽ 48 എന്ന് പറയാം. പക്ഷേ അത് ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് കുറയ്ക്കുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് കുറയ്ക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ അല്ല ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. നോർമലി ഒരാൾ വരുമ്പോൾ ഇവിടെ ശരാശരി കൂടുകയാണ് വേണ്ടത്. എങ്കിൽ ശരാശരി ആൾ വരുമ്പോൾ ശരാശരി കൂടുകയല്ലേ വേണ്ടത്. കാര്യം ഒരാളുടെ വെയിറ്റ് കൂടെ വരികയല്ലേ. പ്രായോ ശരാശരി എന്തുകൊണ്ട് ഭാരമാണ് പറഞ്ഞിരിക്കുന്നത്. സോ വെയിറ്റ് കൂടുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. ഈ ക്വസ്റ്റ്യൻ ഒരു തെറ്റായ ചോദ്യമാണ്. പാറ്റേൺ ഇങ്ങനെയാണ്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു ആൻസർ ഇല്ലാത്തൊരു ചോദ്യമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഓർത്തോളുക. ചെയ്യുന്ന മെത്തേഡ് ഇങ്ങനെയാണ്. പക്ഷേ ഈ ക്വസ്റ്റിനകത്ത് ഒരു ആൻസർ ഇല്ലാത്ത ചോദ്യമാണ് എന്ന് കൂടി ഓർത്തോളുക. ഓക്കെ, കാരണം മനസ്സിലായല്ലോ. കാര്യം ഒരാൾ വരുമ്പോൾ ഇവിടെ ആകെ തുക കൂടുക വേണ്ടത് ഭാരമായതുകൊണ്ട് ഭാരം കൂടുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഭാരം കൂടിയില്ല, ഇവിടെ ഭാരം കുറയുകയാണ് ചെയ്തത്. സോ അതുകൊണ്ട് നമുക്ക് ഇത് ആൻസർ ചെയ്യാനായിട്ട് പറ്റില്ല. അതൊരു തെറ്റായ ചോദ്യമാണ്, ഒഴിവാക്കപ്പെട്ട ചോദ്യമായിരിക്കാം. ഓക്കെ, പുതിയ ചോദ്യത്തിലേക്ക് നമ്മൾ വരികയാണ്. എന്താ ചോദ്യം? 1/2 പ്ലസ് നെക്സ്റ്റ് 1/2 സ്ക്വയർ പ്ലസ് 1/2 ക്യൂബ്. ഇതാണ് ചോദ്യം. ഓക്കെ, ഇതിൻ്റെ ദശാംശ രൂപ എഴുതാനാണ്. നമുക്ക് ആദ്യം ഇതിനൊന്ന് ഫ്രാക്ഷനാക്കി ഒന്ന് ക്യൂബൊക്കെ എടുത്ത് എഴുതാം. എങ്ങനെയാണ്? 1/2 പ്ലസ് 1/4 പ്ലസ് 1/8. ശരിയല്ലേ? കാരണം 2ന്റെ സ്ക്വയർ 4, 2ന്റെ ക്യൂബ് 8. നമുക്കിതിൻ്റെ എല്ലാത്തിൻ്റെയും ഛേദം നമുക്കൊരു ഫിക്സഡ് ആയിട്ട് നമ്പറിലേക്ക് മാറ്റി നമുക്ക് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ നോർമലി നമുക്ക് എല്ലാത്തിനും 8 മാറ്റാൻ പറ്റും. 8 മാറ്റാം. ഓക്കെ, നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം. നമുക്ക് ആദ്യം 8 മാറ്റാം. പല രീതിയിൽ ചെയ്യാം കേട്ടോ. ഒന്ന് ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യാം, LCM എടുത്ത് ചെയ്യാം, എന്ത് വേണോ ചെയ്യാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്ക് ഇതിൻ്റെ ഛേദം ഞാൻ അവസാനം ചെയ്ത മെത്തേഡിലേക്ക് മാറ്റാനായിട്ട് പറ്റും. നമുക്ക് ഒരു മെത്തേഡ് ഞാൻ പറയുവാണ്, നിങ്ങൾക്ക് ഓക്കെ ആണോ നോക്കുക. 1/2 ആണല്ലേ. 1/4 1/8. നമുക്ക് എല്ലാത്തിൻ്റെയും ഛേദത്തിനെ 8 ആക്കാം. നമ്മളിത് പഠിച്ചിട്ടുണ്ട്, 8 ആക്കാൻ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? ഇവിടെ 2നെ 8 ആക്കണമെങ്കിൽ 4 കൊണ്ട് ഗുണിക്കുക. ശരിയല്ലേ? ഇവിടെയും 2നെ 8 ആക്കണമെങ്കിൽ 4 കൊണ്ട് ഗുണിക്കുക. ഇവിടെ 4നെ 8 ആക്കണം, 2 കൊണ്ട് ഗുണിക്കും. ഇവിടെ 2 കൊണ്ട്. അപ്പോൾ താഴെ എന്തുകൊണ്ട് ഗുണിക്കുന്നോ അത് മുകളിൽ കൊണ്ട് ഗുണിക്കും. LCM എടുത്ത് ചെയ്താലും മതി കേട്ടോ. ഞാനിത് പറഞ്ഞതാണ്. അപ്പോൾ എല്ലാത്തിനും ചെയ്ത് 8 ആക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പരിപാടി ചെയ്തത്. എന്തിനാ 8 ആക്കാൻ നോക്കിയാൽ ഇവിടെ എന്താവും? 4/8 എന്നാവും. ഇവിടെ 2/8 എന്നാവും. സോ ഇവിടെ 1/8 എന്നാവും. അപ്പോൾ നോക്കി ഛേദങ്ങളെല്ലാം ഒരുപോലെ ആയില്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ അതുപോലെ എഴുതിയിട്ട് മുകളിലെല്ലാം കൂട്ടിയാൽ 4 × 6 = 7 കിട്ടില്ലേ. ഇനി ദശാംശമാക്കാനാണ്. ഒന്നെങ്കിൽ നമുക്ക് നോക്കാം എന്താണ് ഓപ്ഷൻ ഉണ്ടെന്ന് നോക്കി. ഓപ്ഷനിൽ ഓക്കെ പലതിൻ്റെയും സ്റ്റാർട്ടിങ്. അപ്പോൾ ഇത് പ്രശ്നമില്ല കേട്ടോ. ഇത് കാര്യം വെച്ച് കഴിഞ്ഞാൽ ചിലതിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഈ ഓപ്ഷൻസിലെല്ലാം ഒരുപോലെ ഇരിക്കും. എല്ലാം 0.785 ആണ് ഫസ്റ്റ് ഓപ്ഷൻ. അതുപോലെ 0.7 സംതിങ് എന്നായിരിക്കും. എല്ലാത്തിലും അങ്ങനെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഒരുപാട് നമ്പർ ചെയ്യേണ്ടി വരും. ഇവിടെ നമുക്ക് ആ പാടില്ല. നമുക്ക് നോക്കി ഞാൻ ചെയ്ത് നോക്കി. ഇതാ 7/8 ഡിവൈഡ് ചെയ്യാണ്. എത്ര വരിക? 0 കൊടുക്കുന്നു, ദശാംശം കൊടുക്കുകയാണ് അല്ലേ. എത്ര വരും? 8/50 8/64 വരും അല്ലേ. 8 64. സോ 0.8 ആണ് ആൻസർ വരിക. 0.8 സ്റ്റാർട്ട് ഒരെണ്ണേ ഉള്ളൂ, 0.875. സോ അങ്ങോട്ട് ചെയ്യേണ്ട അത് തന്നെ ആയിരിക്കും ആൻസർ, 0.875. ഓക്കെ അല്ലേ. ഇനി ഓപ്ഷൻ തെറ്റാണെങ്കിൽ മാത്രമേ ആൻസർ മാറാൻ സാധ്യത, അല്ലെങ്കിൽ മാറി വേറെ ആൻസർ വരാൻ വഴിയില്ല. 0.875 മാത്രമേ വരുള്ളൂ. കാര്യം നമുക്കറിയാം 0.8 ആണ് സ്റ്റാർട്ടിങ്. സോ അതുകൊണ്ട് 0.8 സ്റ്റാർട്ട് ചെയ്യുന്ന ഒരെണ്ണേ ഉള്ളൂ. ഇപ്പോൾ ഓപ്ഷനകത്ത് 4 ഒക്കെ കാണിച്ചു, 4 ചിലപ്പോൾ 0.8 സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. എങ്കിൽ നമ്മൾ ബാക്കിയുടെ കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ആയിരിക്കില്ല ചെയ്യുന്നത്. 8നെ 1000ലേക്ക് മാറ്റിയൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. അങ്ങനെ പരിപാടി കൂടെ ഉണ്ട്. അപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ആ ഓപ്ഷൻസ് എല്ലാം ഒരുപോലെ ഇരിക്കുവാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? 7/8 എഴുതിയിട്ട് 8നെ കൂടെ നമ്മൾ 1000 മാറ്റും. അതായത് 125 കൊണ്ട് മുകളിലും താഴേക്ക് മൾട്ടിപ്ലൈ. ഓക്കെ, ഛേദം 1000 ആക്കി മാറ്റും. 1000 ആക്കുള്ള പ്രത്യേകം എന്താണ്? 10, 100, 1000 അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞാൽ ദശാംശം കൊടുത്താൽ മതി ആൻസറിൽ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഓർമ്മിക്കേണ്ട. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ പറയാം. വിട്ടേക്കും, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അത് വിട്ടേക്കും, കാര്യമില്ല. ഓക്കെ അല്ലേ. അപ്പോൾ ഇത്രയും പ്രശ്നമില്ലാന്ന് വിചാരിക്കണം. അടുത്ത എന്താണ്? അടുത്തൊരു ചോദ്യം. 15 സെൻറ്റിമീറ്റർ നീളമുള്ള വര AB-യുടെ 2/3 ഭാഗമാകുന്ന വിധത്തിൽ C അടയാളപ്പെടുത്തിയിട്ടുണ്ട്. AC-യുടെ 2/1 ഭാഗമാകുന്ന വിധത്തിൽ D അടയാളപ്പെടുത്തിയാൽ AB-യുടെ എത്ര ഭാഗമാണ് AD? കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് നമ്മളൊക്കെ കൊണ്ടുപോകുന്നൊരു ചോദ്യം. പ്രശ്നമൊന്നുമില്ല, നമുക്ക് ചെയ്ത് നോക്കാം. നോക്കി, 15 സെൻറ്റിമീറ്റർ നീളമുള്ള AB. അപ്പോൾ ഒരു വരയുണ്ട്, അതിൻ്റെ നീളം എത്രയാണ്? 15 സെൻറ്റിമീറ്റർ. ഒരുപാട് രീതികളിൽ നമുക്കിതിനെ ചിന്തിക്കാൻ പറ്റും. ഞാൻ ഒത്തിരി രീതികളുണ്ടോ, ഒരു പ്രോബ്ലം ചെയ്ത് നമുക്ക് പല രീതിയിൽ ചിന്തിക്കാം. ഓക്കെ അല്ലേ. സോ 15 സെൻറ്റിമീറ്റർ നീളമുള്ള വര AB-യുടെ 2/3 ഭാഗമാകുന്ന വിധത്തിൽ C അടയാളപ്പെടുത്തി. അതായത് മൊത്തം 15 ഉണ്ട്, അതിൻ്റെ 2/3 വരത്തക്ക വിധം C അടയാളപ്പെടുത്തി. സിമ്പിളി നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 15ൻ്റെ AB മൊത്തം 15 അല്ലേ. അതായത് 15ൻ്റെ 15ൻ്റെ എത്ര ഭാഗം? 2/3 വരുന്ന ഭാഗത്തിൽ C കുത്തി അല്ലേ. അപ്പോൾ AB-ക്കകത്ത് എവിടെയോ ഒരു C കുത്തിട്ടിട്ടുണ്ട്, C കൊണ്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതെവിടെയായിരിക്കണം? കൃത്യമായും 15ൻ്റെ 3/2 ഭാഗം വരുന്ന ഭാഗത്ത്, 3/2 ഭാഗം ആകുന്ന വിധത്തിലായിരിക്കണം. സോ 15ൻ്റെ 3/2 കണ്ടുപിടിച്ച് നോക്കിയേ. കട്ട് ചെയ്തൂടെ? 5 3 15 3 കട്ട് ചെയ്യുമ്പോൾ 5, 5 കൊണ്ട് 2 10. അപ്പോൾ C മാർക്ക് ചെയ്യുന്ന എവിടെയായിരിക്കും? ഇത് മൊത്തത്തിൽ 15 ആണെങ്കിൽ 10 വരുന്ന പാർട്ടിലായിരിക്കും C മാർക്ക് ചെയ്തിരിക്കുക. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് ഇത്ര പാർട്ടായി, ഇത് മൊത്തം 10 ആയി.
ഇത് 5 ആയി. കണ്ടോ, അതാണ് പരിപാടി. ഇത്രയേ ഉള്ളൂ. ഇനി ഇവരെന്താ പറഞ്ഞേക്കുന്നത്? ഇനി പറഞ്ഞേക്കുന്നത് എ സിയുടെ 2/1 ഭാഗമാകുന്ന വിധത്തിൽ ഡി അടയാളപ്പെടുത്തിയാൽ, അതായത് എ സിയുടെ 2/1, എ സി മൊത്തം 10 അല്ലേ, അതിൻ്റെ 2/1 ഭാഗമാകുന്ന വിധത്തിൽ ഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഈ എ സിക്കകത്ത് ഒരു ഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെ അവരിപ്പോൾ എന്തായിരിക്കും, അത് 10ൻ്റെ എ സിയുടെ 2/1 ഭാഗം. സോ കട്ട് ചെയ്യുന്നു 5. അതായത് ഇവിടെ ഡി മാർക്ക് ചെയ്തിരിക്കുന്നത് എവിടെയായിരിക്കും? ഡി മാർക്ക് ചെയ്തിരിക്കുന്നത് ഈ 10ൻ്റെ കറക്റ്റ് മിഡിൽ, മീൻസ് ഇവിടെ 5 ആയിരിക്കും, ഇവിടെ 5 ആയിരിക്കും. കാര്യം മനസ്സിലായല്ലോ അത്. സോ ഇതെല്ലാം എത്ര പാർട്ടായി? ഇതെല്ലാം 5, 5, 5 എന്ന് പറഞ്ഞ പാർട്ടിലേക്ക് മാറി. 5, 5, 5. ഇത്രയേ ഉള്ളൂ. ഇതാണ് അതിൻ്റെ ഒരു പ്രോപ്പർട്ടി, ചെയ്തു വെച്ചിരിക്കുന്ന പ്രോപ്പർട്ടി. മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. മുഴുവൻ 15 ഒന്നുകൂടെ ഞാൻ പറയാം. എ മുതൽ ബി വരെ 15 ഒരു വര തന്നിട്ടുണ്ട്. അതിൻ്റെ ആ 15ൻ്റെ 3/2 ഭാഗം, അതായത് എ ബിയുടെ 3/2 ഭാഗം വരുന്ന വിധത്തിൽ സി മാർക്ക് ചെയ്യാനാണ്. സോ നമ്മൾ എന്ത് ചെയ്തു? 15ൻ്റെ 3/2 കണ്ടുപിടിച്ചു. അത് 10. സോ എയിൽ നിന്നും 10 സെൻറ്റിമീറ്റർ അകലത്തിലായിരിക്കും സി മാർക്ക് ചെയ്തിരിക്കുന്നത്. എങ്കിൽ മാത്രമേ 3/2 വരുള്ളൂ. ക്ലിയർ അല്ലേ? ഇനി എന്താണ് ചെയ്യുന്നത്? അപ്പോൾ എ സി കിട്ടിയത്, എ സിന്ന് ഒരു പാർട്ട് കിട്ടി. ആ എ സി മൊത്തം നമുക്കറിയാം 10 ആണെന്നറിയാം. കാര്യം മൊത്തം 15 അല്ലേ. അപ്പോൾ ഇത് 10 നമുക്ക് കിട്ടിയ 10 കിട്ടി. അപ്പോൾ എ സി 10 ആണ്. അതിൻ്റെ 2/1 ഭാഗം വരുന്ന വിധത്തിൽ ഡി മാർക്ക് ചെയ്തു. അതായത് 10ൻ്റെ 2/1 സർ 5 സെൻറ്റിമീറ്റർ യൂണിറ്റ് അകലത്തിൽ, അല്ലെങ്കിൽ 5 സെൻറ്റിമീറ്റർ അകലത്തിൽ ഡി മാർക്ക് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇനി എന്താണ് ചോദ്യം? ചോദ്യം പറയുന്നത് എ ബിയുടെ എത്ര ഭാഗമാണ് എ ഡി എന്നാണ്. എ ബിയുടെ എത്ര ഭാഗമാണ് എ ഡി എന്നാണ്. എ ബി മൊത്തം എത്രയാണ്? 15 അല്ലേ. എ ബി മൊത്തം 15. അതിൻ്റെ എത്ര ഭാഗമാണ് എ ഡി? എത്ര ഭാഗം? 5 ഭാഗം അല്ലേ. അങ്ങനെ അല്ലാതെയും പറയാം, ആകെ 3/1 ഭാഗം എന്ന് പറയാം. അങ്ങനെ പഠിക്കണം, ചിലപ്പോൾ എല്ലാ ക്വസ്റ്റിനും പറ്റണം എന്നില്ല. സോ മൊത്തം എ ബിയുടെ എത്ര? 15ൽ 5. സോ കട്ട് ചെയ്ത് നോക്കി, 1 5 5, 3 5 15, 3/1 എന്ന് കിട്ടും. അതല്ലാതെയും പറയാം, ആകെ 3 പാർട്ട് ഈക്വൽ അല്ലേ. ആ 3 പാർട്ടുകളിൽ ഒരു ഭാഗം, മൊത്തം 3, ഒരു ഭാഗമാണ് എ ഡി. ഒരുപോലെ ആയതുകൊണ്ട്, എല്ലാം ഈക്വൽ ആയതുകൊണ്ടാണ് അങ്ങനെ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാത്തത്. ഇങ്ങനെ തന്നെ പഠിച്ചാൽ മതി. മൊത്തം 15 ആണ്, 15ൽ 5 ഭാഗം. സോ 3/1 ഭാഗമാണ് എ ഡി എന്ന് പറയുന്നത്. മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. എനിവേ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയുക. നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റിന് ക്ലിയർ ആയില്ലെങ്കിൽ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിലോ ടെലഗ്രാമിലോ ഒരു മെസ്സേജ് ഇട്ടിരിക്കുക. എന്നിട്ട് പറയുക. എന്നെ കൊണ്ട് പറയാൻ പറ്റുന്ന പോലെയാണ് ഞാൻ പറഞ്ഞുതരാം. ബിക്കോസ് നമുക്ക് യൂട്യൂബിൻ്റെ കമൻറ്റിനകത്ത്, ഇപ്പോൾ കമൻറ്റ് നമുക്ക് എല്ലാം ചിലപ്പോൾ പറഞ്ഞു തരാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണമെന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾ പറ്റുവാണെങ്കിൽ മെസ്സേജ് ഇട്ടേക്കുക. അതും നിങ്ങൾ ചിലപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ, സംശയമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ പറഞ്ഞു തരാൻ പറ്റണമെന്നില്ല. കാര്യം മെസ്സേജൊക്കെ റീഡ് ചെയ്ത് നോക്കാനുള്ള സമയം കിട്ടുന്നത് പോലെ ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ സംശയങ്ങൾ പറ്റുന്നതൊക്കെ ഞാൻ സഹായിക്കുകയും ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് നിങ്ങൾ ആ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്തിട്ട് ഒരാളെ സംശയം ചോദിക്കുക, ഡൗട്ടുള്ള കാര്യം പറയുക. അപ്പോൾ അതിനോടൊപ്പം മറ്റുള്ളവരൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്ന എന്നായിരിക്കും. അതായത് നിങ്ങൾ ക്വസ്റ്റ്യൻ ഇടുമ്പോൾ തന്നെ ഒരുപാട് പേര് പ്രിപ്പയർ ചെയ്യുന്നവരായതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ മറുപടി കൊടുക്കാൻ ഒരുപാട് പേരകത്ത് ഉണ്ടാവും. നിങ്ങൾ തന്നെ പരസ്പരം ഹെൽപ്പ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ കുറച്ച് ബെറ്റർ ആയിരിക്കും. എൻ്റെ കാര്യം ചിലപ്പോൾ നിങ്ങൾക്ക് ആ സമയത്ത് നടക്കണം എന്നില്ല, എപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞു തരും, പക്ഷേ സമയത്ത് തന്നെ നടക്കണം എന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. ശരി, ഓക്കെ. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. എന്താണ്? റൂട്ട് ഓഫ്, ഇങ്ങനെയാണ് ചോദ്യം, 1.4641 എന്തെന്നാണ് ചോദ്യം. ഒരു പെട്ടെന്ന് നമ്മൾ കാണുമ്പോൾ, പെട്ടെന്ന് ക്വസ്റ്റ്യൻ അങ്ങ് നോക്കുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും. അയ്യോ, ഈ ഇത്രയും വലിയ നമ്പറിൻ്റെ റൂട്ട് എങ്ങനെ കണ്ടുപിടിക്കുക? റൂട്ട് കിട്ടിയാലല്ലേ നമുക്ക് ഡെസിമലൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. അതെങ്ങനെ കണ്ടുപിടിക്കുക? അപ്പോൾ നമ്മളൊന്ന് ഓപ്ഷനിലേക്ക് ഓടിച്ച് നോക്കിയാലേ നമ്മുടെ ആ ഒരു വിഷമം അങ്ങ് മാറിക്കിട്ടും. ബിക്കോസ് അവിടെയുള്ള എല്ലാ സംഖ്യയും നോക്കിയാൽ നിങ്ങൾ എല്ലാം 121 പാറ്റേണിലാണ് കിടക്കുന്നത്. 121 അല്ലെ, 1.21, 12.1, 0.121, അതായത് 121 ബേസ് ചെയ്താണ് ഓപ്ഷൻ എല്ലാം പറഞ്ഞിരിക്കുന്നത്. ശരിയല്ലേ? അപ്പോൾ അവിടെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? നമുക്ക് മനസ്സിലാക്കാൻ പറ്റും റൂട്ട് ഓഫ് 14,641 എന്തായിരിക്കണം? 121 ആയിരിക്കണം. അതുകൊണ്ടാണ് അതിനെ ബേസ് ചെയ്ത് ആൻസർ വന്നിരിക്കുന്നത്. കാര്യം ദശാംശം കൊടുത്തതുകൊണ്ട് ഇതിനകത്ത് ദശാംശം വരും. അപ്പോൾ 121 ആയിരിക്കും. അത് നമ്മുടെ കോമൺ സെൻസ് ആണ് കേട്ടോ, പെട്ടെന്ന് കിട്ടാൻ ലോജിക്കാണ്. കാര്യം എല്ലാ ഓപ്ഷനും 121 ബേസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടെന്ന് നമുക്കറിയാം. ഇതിനകത്ത് എന്തേ വരുള്ളൂ? 120 ബേസിൽ മാത്രമേ വരുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ നമുക്ക് എങ്ങനെ ചിന്തിക്കാം? നോക്കിയേ, 14,641 റൂട്ട് 121 ആണെങ്കിൽ 1.4641 റൂട്ട് എത്ര? സിമ്പിളാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിലും പറഞ്ഞതാണ്. അത് നിങ്ങൾ ചെയ്തേ പറ്റുള്ളൂ. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ കൃത്യമായി ക്ലാസ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തേ പറ്റുള്ളൂ. ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വരും. കാര്യം ഒരു ക്ലാസ് നമ്മളത് കണ്ടോളൂ അല്ലേ. അപ്പോൾ പക്ഷേ ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഇത് അപ്ഡേറ്റ് ചെയ്യണം. നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്ത് ഉറപ്പായിട്ട് ചെയ്തിരിക്കണം. കാര്യം നമ്മൾ പഠിച്ചതാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ പഠിച്ചതാണ്. അപ്പോൾ എങ്ങനെ ചെയ്യും? നമ്മൾ നോക്കി, ദശാംശത്തിന് ശേഷം 4 സ്ഥാനമല്ലേ കിടക്കുന്ന, നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചാണ്. എങ്ങനെയാണ്? സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ ഒരു സംഖ്യയുടെ സ്ക്വയർ റൂട്ട്, അപ്പോൾ നമുക്കറിയാം ഇവിടെ 121 എഴുതി വയ്ക്കാം, ദശാംശം മാത്രം കൊടുത്താൽ മതി. ഒരു സംഖ്യയുടെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ ദശാംശങ്ങളുടെ സ്ഥാനം പകുതിയായിട്ട് മാറും. സ്ക്വയർ എടുക്കുമ്പോൾ ഇരട്ടിയാവും. ഇവിടെ എത്ര സ്ഥാനമുണ്ട്? ഇവിടെ 4 സ്ഥാനങ്ങളുണ്ട്. റൂട്ട് എടുക്കുമ്പോൾ അത് പകുതിയായിട്ട് മാറി 2 സ്ഥാനമായിട്ട് മാറും. ഇവിടെ നിങ്ങോട്ട് 1 2, 1.21 ആയിരിക്കും ആൻസർ. നമ്മൾ പറഞ്ഞതാണ്, ദശാംശ സംഖ്യയിലുണ്ട് എത്ര സ്ഥാനം? 4 സ്ഥാനം. 4 സ്ഥാനം ഉണ്ടെങ്കിൽ റൂട്ട് എടുക്കുമ്പോൾ 2 സ്ഥാനമായിട്ട് മാറും. സോ 2 സ്ഥാനം 2.1 ആയിട്ട് മാറി. 1.21 ഓപ്ഷൻ ഉണ്ടെന്ന് നോക്കിയേ. 1.21 എന്ന് പറയുന്ന ഓപ്ഷൻ
ബി ആണ് ഓപ്ഷൻ. സോ ആൻസർ ബി ആണ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്ഡേറ്റ് ചെയ്യുക, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിലെല്ലാം അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇനി വരുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ചുവടെയുള്ളവയിൽ വലുതേത് എന്നുള്ളതാണ് ചോദ്യം. ദശാംശ സംഖ്യയാണ് തന്നിരിക്കുന്നത്. നല്ലൊരു ചോദ്യമാണ്, സ്ഥിരമായിട്ടൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം പാറ്റേണിലുള്ള ചോദ്യമാണ്. നമുക്ക് നോക്കാം എന്താണ് 10.765 എന്നൊരു ചോദ്യം. ദെൻ 10.1 അല്ലേ, 1765 അടുത്ത ചോദ്യം. 10.2765 അടുത്ത ചോദ്യം. ദെൻ അടുത്തത് 10.765 ഇതാണ് ചോദ്യം. ഓക്കെ, സോ ഇതിൽ വലുതേതെന്നാണ് ചോദ്യം. സിമ്പിളായിട്ട് നമുക്ക് നോക്കാം. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യത്തെ സംഖ്യ നോക്കുക. 1 എല്ലായിടത്തും സെയിം ആണ്. അതായത് ഈ ദശാംശത്തിന് മുമ്പുള്ള സംഖ്യ നോക്കുക. 10 നോക്കി, എല്ലാം സെയിം ആണ്. സോ ഏതാണ് വലുതെന്ന് അത് നോക്കി പറയാൻ പറ്റില്ല. നെക്സ്റ്റ് നമ്പറിലേക്ക് പോവാണ്. 0, 1, 2, 7. ഇത് വളരെ സിമ്പിൾ ചോദ്യം. 0, 1, 2, 7 ദശാംശങ്ങൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ഓരോ സംഖ്യയായിട്ട് നോക്കുക. ഫസ്റ്റ് നമ്പർ എല്ലാം കൂടെ കമ്പയർ ചെയ്ത് നോക്കാം. എല്ലാം ഒരുപോലാണ്. സോ നമുക്ക് അറിയാൻ പറ്റില്ല. സെക്കൻഡ് നമ്പറിലേക്ക് വരും. ഇവിടെ 0, 1. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലായി ഇതാണ് വലുത് അല്ലേ, 1. അടുത്ത് 2, അപ്പോൾ ഇതാണ് വലുത്. ഇതിനടുത്ത് നോക്കിയാൽ 7, ഇതാണ് വലുത്. സോ ആൻസർ 10.7650 ആണ് ആൻസർ വലുതായിട്ട് വരുന്നത്. കാര്യം എന്താണ്? നമ്മൾ ഒരേ പൊസിഷനിൽ വരുന്ന നമ്പേഴ്സ് ഒന്ന് നോക്കുമ്പോൾ അതിൽ ഏറ്റവും വലുത് ഏതാണ്? 7 ആണ്. നോക്കി 0, 1, 2, 7 അതിൽ 7 ആണ് വലുത്. സോ അത് ചൂസ് ചെയ്യും. അവിടെയും സെയിം ആയിരുന്നെങ്കിൽ ഇവിടെ എല്ലാം സെയിം ആയിരുന്നു നമ്മൾ അടുത്ത നമ്പറിലേക്ക് നോക്കും. അവിടെയും സെയിം ആണ്, നമ്മൾ എന്ത് ചെയ്യും? അടുത്ത നമ്പറിലേക്ക് നോക്കും. ഇവിടെ നിന്ന് ഇങ്ങോട്ടല്ല വരേണ്ടത്, ഇവിടെ നിന്ന് അങ്ങോട്ടാണ് പോകേണ്ടത്. എളുപ്പമാണെന്ന് കരുതിയാണ് ഞാൻ ഇച്ചിരി പെട്ടെന്ന് പറഞ്ഞത്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നല്ലൊരു ചോദ്യം. 243 എത്ര ഘടകങ്ങളുണ്ട് എന്നുള്ളതാണ്. 243 എത്ര ഘടകങ്ങളുണ്ട്? നല്ലൊരു ചോദ്യമാണ്. അങ്ങനെ ചോദ്യം കിട്ടി നിങ്ങൾ അല്ലെങ്കിൽ ഫാക്ടറൈസ് ചെയ്യുക കേട്ടോ. 3, 8, 3, 24 അറിയാലോ. 3, 27 അറിയാലോ. 3, 9 അറിയാലോ. 3, 3 കഴിഞ്ഞില്ലേ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ ഇതിൻ്റെ മീനിങ് എന്താണ്? 243 നമുക്ക് 3 1, 2, 3, 4, 5 3 എന്ന് എഴുതാമെന്നാണ്. 3 എന്ന് എഴുതാമെന്നാണ് എന്ന് കരുതിയിട്ട് 5 ഘടകങ്ങളുണ്ട് എന്നല്ല അതിൻ്റെ മീനിങ്. അത് കണ്ടുപിടിക്കാൻ നിങ്ങളൊരു കാര്യം പഠിച്ചുകൊള്ളുക. ഇങ്ങനെ ഒരു സംഖ്യയുടെ ഘടകങ്ങളുടെ എണ്ണം, ഫാക്ടേഴ്സിൻ്റെ എണ്ണം ചോദിക്കുകയാണ് എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ ഘടകക്രിയ ചെയ്ത് എഴുതി വയ്ക്കുക. അങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന എല്ലാം പ്രൈം നമ്പേഴ്സ് ആയിരിക്കും. കണ്ടോ, അഭാജ്യ സംഖ്യയിലായിരിക്കും കിട്ടുന്നത്. ആ അഭാജ്യ സംഖ്യയുടെ പവർ നോക്കുക, കൃതി എത്രയും നോക്കുക. 5 അല്ലേ, അതിനോടൊപ്പം 1 കൂട്ടിയാൽ അതിൻ്റെ ഘടകങ്ങളുടെ എണ്ണം കിട്ടും. അപ്പോൾ ഇവിടുത്തെ ഘടകങ്ങളുടെ എണ്ണം എത്രയാണ്? ഇവിടുത്തെ ഘടകങ്ങളുടെ എണ്ണം 6 ആണ്. അപ്പോൾ ആ കോൺസെപ്റ്റ് മനസ്സിലായല്ലോ. ഘടകക്രിയ ചെയ്യുക, ഘടകക്രിയ ചെയ്ത് കിട്ടിയ ആൻസറിനോടൊപ്പം എന്ത് കൂട്ടുക? 1 കൂട്ടുക. അപ്പോൾ കിട്ടുന്ന സാധനമാണെന്നുള്ളതിൻ്റെ ഘടകക്രിയ കിട്ടിയതിൻ്റെ കൃതിയോട് 1 കൂട്ടുമ്പോൾ കിട്ടുന്നതിൻ്റെ ഘടകങ്ങളുടെ എണ്ണമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം വരാം, അയ്യോ ഇങ്ങനെ തന്നെ വന്നില്ലെങ്കിലോ? ഇങ്ങനെ വരണം നിർബന്ധമില്ലല്ലോ. ഇങ്ങനെ തന്നെ പറഞ്ഞാൽ എങ്ങനെ അറിയാം? നമ്മൾ ചിലപ്പോൾ പറയുന്നത് ഇങ്ങനെയാണെങ്കിലോ, 2�3 ഇൻറ്റു ഇതുപോലെ 3⁵5 ആണ് വന്നെങ്കിലോ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? 2ൻ്റെയും പവർ നോക്കണം. ആദ്യത്തിൻ്റെ രണ്ടും അഭാജ്യങ്ങളല്ലേ. ആദ്യത്തിൻ്റെ പവർ എത്രയാണ്? 3, അടുത്തിൻ്റെ പവർ എത്രയാണ്? 5. ഇതിനോടൊപ്പം 1 കൂട്ടണം, ഇതിനോടൊപ്പം 1 കൂട്ടണം. അപ്പോൾ എത്ര കിട്ടും? 4ഉം 6ഉം കിട്ടും. കണ്ടോ, ഇത് തമ്മിൽ ഗുണിക്കണം. എത്ര വരും? 24. അപ്പോൾ എത്ര ഫാക്ടേഴ്സ് ഉണ്ട്? 24 ഘടകങ്ങളുണ്ടായിരിക്കും. ഇങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ആ കോൺസെപ്റ്റ് പിടി കിട്ടിയല്ലോ. അപ്പോൾ ഇത് ഓർത്ത് വെച്ചോളൂ. ഇത് നല്ലൊരു ചോദ്യമാണ്. ഇത് ഒരുപക്ഷെ എല്ലാവർക്കും ചെയ്യാൻ പറ്റണം എന്നില്ല. ഓക്കെ, അപ്പോൾ ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ. അത് നോട്ട് ചെയ്ത് വയ്ക്കേണ്ട ചോദ്യമാണ് കേട്ടോ. അടുത്ത് നോക്കിയേ, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ പൂർണ്ണവർഗം ഏത് എന്നാണ് ചോദ്യം. ചുവടെയുള്ളവയിൽ പൂർണ്ണവർഗം ഏതാണ്? ഓപ്ഷൻ നോക്കിയേ, 25 ഇൻറ്റു 10⁻3. അടുത്ത് നോക്കിയേ 9 ഇൻറ്റു 10ൻ്റെ സ്ക്വയർ ഇൻറ്റു 1. അടുത്ത് നോക്കിയേ 0.016. അടുത്ത് നോക്കിയേ 36 ഇൻറ്റു 10⁻5. കുറച്ച് പ്രോപ്പർട്ടീസ് അറിയാനുണ്ട്. നമുക്ക് ദശാംശത്തിൽ ഇവിടെ നിന്ന് തുടങ്ങാം. ദശാംശം തുടങ്ങാം. ദശാംശ സംഖ്യകളുടെ ഒരു പൂർണ്ണവർഗമാകണമെങ്കിൽ ദശാംശ സംഖ്യ 16 കാണുമ്പോൾ പൂർണ്ണവർഗം തോന്നും. പക്ഷേ ഒരു ദശാംശ സംഖ്യ പൂർണ്ണവർഗമാകണമെങ്കിൽ ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് അവിടെ ദശാംശത്തിന് ശേഷം വരുന്ന സംഖ്യകളുടെ എണ്ണം ഇരട്ട സംഖ്യയായിരിക്കണം. ഈ ദശാംശത്തിന് വരുന്ന സ്ഥാനങ്ങളുടെ എണ്ണം ഇരട്ടായിരിക്കണം എന്നാണ് പറഞ്ഞത്, അല്ലാതെ വരുന്ന സംഖ്യ ഇരട്ട എന്നല്ല പറയുന്നത്. ശ്രദ്ധിച്ച് തന്നെ കേട്ടോളുക. ദശാംശത്തിന് ശേഷം വരുന്ന സംഖ്യകളുടെ എണ്ണം അത് ഇരട്ട സംഖ്യകളായിരിക്കണം. ഇവിടെ എത്ര ഉണ്ട്? 3 സംഖ്യകളുണ്ട്, ഒറ്റ സംഖ്യയല്ലേ. അപ്പോൾ അത് ഒരിക്കലും എന്താവില്ല, അത് പൂർണ്ണവർഗമാവില്ല. പക്ഷെ പകരം 0.0016 എന്നായിരുന്നുവെങ്കിൽ അത് പൂർണ്ണവർഗമായേനെ. ഓക്കെ അല്ലേ? സോ ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം ഈവൻ നമ്പർ ഇരട്ട സംഖ്യ ആണെങ്കിൽ മാത്രമേ അത് പൂർണ്ണവർഗമുള്ള സാധ്യതയുള്ളൂ. അങ്ങനെ ആയതിനു വെച്ചാൽ എല്ലാം ആകണം എന്നല്ല സാധ്യത. അപ്പോൾ ഇവിടെ നമുക്ക് 3 സ്ഥാനമായതുകൊണ്ട് ഇതിനെ ഇപ്പോഴേ തള്ളിക്കളയാം.
ഇനി കൃത്യംഗം വരുന്ന കൃതി വരുന്ന എല്ലാം കൃതി വരുന്നതാണ് അല്ലേ. കൃതി വരുന്ന ചോദ്യങ്ങൾക്കകത്ത് കൃതി ഇരട്ട സംഖ്യയാണെങ്കിൽ മാത്രമേ അതിൻ്റെ പൂർണ്ണവർഗമായിട്ട് വരുള്ളൂ. കൃതി ഇരട്ട സംഖ്യ ആയിരിക്കണം. ഇവിടെ നോക്കിയ കൃതി ഒറ്റ സംഖ്യയല്ലേ, അപ്പോൾ ഇത് വരില്ല, തള്ളിക്കളയാം. ഇവിടെ നോക്കിയ കൃതി ഒറ്റ സംഖ്യയല്ലേ, വരില്ല. നോക്കിയ 5 അല്ലേ, 5 ഒറ്റ സംഖ്യയല്ലേ, വരില്ല. ധൈര്യമായിട്ട് അതിനെ മാറ്റി നിർത്താം. പിന്നുള്ള ഇതാകുമ്പോൾ ഇത് പൂർണ്ണവർഗമായിരിക്കും. കാര്യം 9 റൂട്ട് ഉണ്ട്, 3 കണ്ടോ. 10ൻ്റെ സ്ക്വയർ ഇരട്ട സംഖ്യയല്ലേ, 10ൻ്റെ സ്ക്വയർ 100 അല്ലേ, 100ൻ്റെ റൂട്ട് എത്രയാണ് 10 കണ്ടോ. 1നും ആൻസർ ഉണ്ട് കണ്ടോ. 9ൻ്റെ സ്ക്വയർ റൂട്ട് 3, 10ൻ്റെ സ്ക്വയർ ആയ 100ൻ്റെ സ്ക്വയർ റൂട്ട് 10, 1ൻ്റെ സ്ക്വയർ റൂട്ട് 1. അപ്പോൾ ഇതിനാണ് പൂർണ്ണവർഗമായിട്ട് വരുന്നത്. മനസ്സിലായില്ലേ. അപ്പോൾ ഇതാണ് ആൻസർ 9, 10ൻ്റെ സ്ക്വയർ 1. നിങ്ങൾക്ക് സംശയങ്ങളുണ്ടാവും, കാര്യം ഈ ടോപ്പിക്കുകൾ നമ്മൾ പഠിച്ചിട്ടില്ല. സംശയങ്ങളുണ്ടെങ്കിൽ കൃത്യമായിട്ട് ചോദിച്ചോളുക കേട്ടോ. പഠിച്ച് അപ്ഡേറ്റ് ചെയ്ത് എഴുതി വെച്ച് പോയിക്കോളുക. ദെൻ അടുത്ത ചോദ്യം നോക്കിയേ. 120 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗത്തിൽ ഓടുന്നൊരു വാഹനം 1 മിനിറ്റ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും നോക്കാം. അതായത് 1 മണിക്കൂറിൽ 120 കിലോമീറ്റർ പോകുന്നല്ലേ അല്ലേ. 1 മണിക്കൂറിൽ 120 കിലോമീറ്റർ നമുക്ക് വളരെ വേഗത്തിൽ ചെയ്യാൻ പറ്റും. അതാണ് എന്താണ് 120 കിലോമീറ്റർ പെർ മണിക്കൂറിൻ്റെ മെയിൻ ചോദ്യം. 1 മിനിറ്റിൽ എത്ര ദൂരം സഞ്ചരിക്കുന്നതാണ്. സിമ്പിൾ അല്ലേ. ഈ 1 അവർ എന്ന് പറഞ്ഞാൽ എത്രയാ, 60 മിനിറ്റ്. 60 മിനിറ്റിൽ 120 കിലോമീറ്റർ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് 1 മിനിറ്റിൽ എത്രയായിരിക്കും. 60 മിനിറ്റിൽ 120 ആണെങ്കിൽ 1 മിനിറ്റിൽ 120/60 എന്ന് പറഞ്ഞാൽ 2 കിലോമീറ്റർ. ശരിയല്ലേ. 120/60 2 കിലോമീറ്റർ അല്ലേ. 2 കിലോമീറ്റർ ആവല്ലേ. ഓപ്ഷൻ ഉണ്ടോ നോക്കിയേ. ഓപ്ഷൻ ബി ആണ് 2 കിലോമീറ്റർ. ക്ലിയർ അല്ലേ. അപ്പോൾ ക്വസ്റ്റ്യൻസ് 10 നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ പറയുന്ന ഒരു ആവറേജ് ലെവൽ ക്വസ്റ്റ്യൻ ആണെന്ന് ഞാൻ പറയുന്നു. വലിയ ടഫും അതുപോലെ വലിയ സിമ്പിളുമായിട്ടുള്ള ടൈപ്പ് അല്ല. ഇടയ്ക്ക് ചില ചോദ്യങ്ങളൊക്കെ, അതായത് ഞാൻ പറഞ്ഞു ആവറേജുകാർക്ക് ഫീൽ ചെയ്യുന്ന രീതിയാണ് ഞാൻ പറഞ്ഞത്. എക്സ്ട്രാ ഓർഡിനറി അല്ലെങ്കിൽ നന്നായിട്ട് മാത്സ് അറിയുന്ന കേസ് അല്ല ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്ത് കൂടെ നിങ്ങൾ പറയുക. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കൂടെ നിങ്ങളൊന്ന് പറയാനായിട്ട് പറ്റുമെങ്കിൽ പറയാം കേട്ടോ. ഇനി ഏതെങ്കിലും ക്വസ്റ്റ്യൻ ക്ലാരിറ്റി കുറവുള്ള അതുകൂടെ പറയാം. ഈ സ്ക്വയർ റൂട്ടിൻ്റെ വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം ലിങ്ക് ചെയ്ത് വെച്ചിരുന്നു. അങ്ങനെ ഏതെങ്കിലും അത് വെട്ടി ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയാതെ താഴെ നമ്മൾ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും